നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗൾഫിൽ ലോകകപ്പ് മാമാങ്കം തുടങ്ങിക്കഴിഞ്ഞു. ഖത്തറിൽ നടക്കുന്ന ലോകകപ്പിനോടനുബന്ധിച്ച് തന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഒരുങ്ങിയിരിക്കുകയാണ്. UAE ഉൾപ്പെടെയുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി തന്നെ വിവിധ തരം പദ്ധതികളും തയ്യാറാക്കി കഴിഞ്ഞു. അങ്ങനെ യാത്രക്കാരെ കാത്തിരിക്കുകയാണ് ഖത്തറിൽ നടക്കുന്ന ലോകകപ്പിന്റെ ഗ്രൂപ്പ് മത്സരത്തിൽ പോയിന്റുകൾ നേടണമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടെന്ന് സൗദി ദേശീയ ഫുട്ബോൾ ടീമിനോട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് സൗദി കിരീടാവകാശിക്ക് അസുഖം ബാധിച്ചു എന്ന വാർത്ത പുറത്തു വന്നത്. അതിനാൽ തന്നെ സൗദി അറേബ്യയിൽ ഇദ്ദേഹത്തിനായി പ്രാർത്ഥനയും നടത്തി വന്നിരുന്നു. ഇപ്പോഴിതാ തന്റെ ടീമിന് ആശംസ അറിയിച്ചുകൊണ്ടും ആശ്വാസ വാക്ക് നൽകിക്കൊണ്ടും സൗദി പ്രധാനമന്ത്രി ബിൻ സൽമാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഖത്തറിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി ടീമിന് നൽകിയ സ്വീകരണത്തിലാണ് കിരീടാവകാശി ഇക്കാര്യം വ്യക്തമാക്കിയത്. സൗദി ടീം മത്സരം ജയിക്കുകയോ സമനില പിടിക്കുകയോ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാനസികമായി ഒരു തരം സമ്മർദ്ദത്തിന്റെയും ആവശ്യമില്ലെന്നും ടീം എന്ന നിലയിൽ സ്വതസിദ്ധമായ കളിയാണ് രാജ്യം പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകകപ്പിന്റെ ഗ്രൂപ്പ് മത്സരത്തിൽ സൗദിയിൽപ്പെട്ട ഗ്രൂപ്പ് ഏറെ കടുപ്പമേറിയതാണെന്ന് അറിയാമെന്നും വൻകിട ടീമുകളുമായി മത്സരിച്ച് ജയിക്കാമെന്ന് വ്യാമോഹം ആർക്കുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മനസ്സമാധാനത്തോടെ കളിക്കുക എന്നതാണ്. ടെൻഷൻ തീരെയില്ലാതെ ഓരോരുത്തരും അവരവരുടെ സ്വാഭാവിക കളി പുറത്തെടുക്കണം. സമ്മർദ്ദത്തിലായാൽ മികച്ച കളി പുറത്തെടുക്കാൻ ടീമിന് സാധിക്കില്ല. ടീം അംഗങ്ങളോടും സ്റ്റാഫുകളോടുമായി അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്. നവംബർ 22-ന് അർജന്റീനയ്ക്കെതിരെയാണ് ഗ്രീൻ ഫാൽക്കൻസ് എന്ന പേര് അറിയപ്പെടുന്ന സൗദി ടീമിന്റെ ആദ്യ മത്സരം നടന്നത്. 1978-ലും 1986-ലും ലോകകപ്പ് നേടിയ ടീമാണ് അർജന്റീന. ഗ്രൂപ്പ് തലത്തിലെ 3 മത്സരങ്ങൾ ആസ്വദിച്ച് കളിക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. 1994-ലും 2018-നും ഇടയ്ക്കുള്ള ലോകകപ്പുകളിലായി നടന്ന 16 മത്സരങ്ങളിൽ 3 കളികളാണ് സൗദിക്ക് ഇതുവരെ ജയിക്കാനായത്. പരിശീലകൻ ഹെർവേ റെനാർഡിന്റെ നേതൃത്വത്തിലിറങ്ങുന്ന ടീം ലോകകപ്പ് ടൂർണമെന്റുകൾക്കായി നേരത്തെ തന്നെ പരിശീലനം ആരംഭിച്ചിരുന്നു. വമ്പൻ ടീമുകൾക്കെതിരെയാണ് കളിയെങ്കിലും ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സൗദി ടീം. ദേശീയ ടീമിന്റെ കളി കാണാൻ ആരാധകരുടെ വൻനിര തന്നെ ഖത്തറിൽ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് താരങ്ങളും കോച്ചും അടക്കമുള്ളവർ. അറബ് ലോകത്ത് നിന്നുള്ള ടീം എന്ന നിലയിൽ വലിയ പിന്തുണ കാണികളിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട്. സൗദിയിൽ നിന്ന് ഫുട്ബോൾ ആരാധകർക്ക് ഖത്തറിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിപുലമായ സംവിധാനമാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. വിമാനത്തിന്റെ ഷട്ടിൽ സർവീസുകൾക്ക് പുറമെ സൗദി ഖത്തർ അതിർത്തിയായ അബു സംറ ബോർഡർ ക്രോസിംഗ് വഴി ആയിരക്കണക്കിന് ആരാധകർ ഖത്തറിൽ എത്തിച്ചേരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2030-ലെ ഫിഫ ലോകകപ്പ് മത്സരത്തിന് ഗ്രീസിലും ഈജിപ്തിനും ഒപ്പം ചേർന്ന ആതിഥ്യമരുളാനുള്ള ശ്രമത്തിലാണ് സൗദി അറേബ്യ. ഇപ്പോൾ ഇതിന്റെ മുന്നോടിയായി തന്നെ സ്പോർട്സ് മേഖലയിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് സൗദിയും. ഇതിന്റെ ഭാഗമായി ഫോർമുല 1 കറോട്ട മത്സരവും അന്താരാഷ്ട്ര ബോക്സിംഗ് ടൂർണമെന്റും സൗദി ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയെ എണ്ണയുടെ മേലുള്ള അമിത ആശ്രിതത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന്റെ ഭാഗമായി അതിനെ വൈവിധ്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി സ്പോർട്സ്, ടൂറിസം, എന്റർടൈൻമെന്റ് മേഖലകൾക്ക് വലിയ പ്രാധാന്യമാണ് നിലവിൽ സൗദി അറേബ്യ നൽകി വരുന്നത്. അതിനാൽ തന്നെ ഏറെ ആകാംക്ഷയോടെയാണ് പ്രവാസികളും ഇതിനെ നോക്കിക്കാണുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.